നമസ്തേ. 31/5/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇടവം, കർക്കിടകം, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും, ചിങ്ങം, ധനു രാശിക്കാർക്ക് മധ്യമവും, മേടം, മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, കന്നി, വൃശ്ചികം, മകരം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള ദിവസമാണ് ഇത്. ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇത് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഗുണകരം ആകുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. കൂടാതെ ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഈ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക. കമൻറ്റിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വന്നാൽ കമൻറ്റ് ഞാൻ കാണും, പക്ഷേ അതിന് റിപ്ലൈ തരിക എന്നുള്ളത് പ്രായോഗികമല്ല. വ്യക്തിപരമായ ഫലങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. പൊതുവായ സംശയങ്ങൾ, എല്ലാവർക്കും ഗുണകരമാകുന്ന സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിച്ചാൽ അതിന് മറുപടി ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമായിരിക്കും. പൊതുവെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടുന്ന സമയമാണ്. മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല, അപ്പോൾ ബുദ്ധിയും അനുകൂലമായിരിക്കില്ല. പിതൃസ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശരീരത്തിനും ഒരു ഉന്മേഷക്കുറവ്, ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ, അങ്ങനെയുള്ള മേടൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേടൻ രാശിക്കാർക്ക് കഴിയില്ല. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ ചില കലഹങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മക്കളുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് പൊതുവെ ആരോഗ്യ അനുകൂലമായിരിക്കും. മനസ്സും അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. പിതൃസ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മനസ്സൊക്കെ വേണ്ട രീതിയിൽ ഉന്മേഷവാനായിട്ടിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ഭൂമി സംബന്ധമായും ധനപരമായും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇടവൻ രാശിക്കാർക്ക് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്.
വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ ഈശ്വരാധീനമൊക്കെ കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് തൊഴിൽ മേഖലയിലൊക്കെ കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനം രാശി. മിഥുനം രാശിക്ക് പൊതുവെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസത ഉണ്ടാവും. ആരോഗ്യം അനുകൂലമല്ല. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, വിളർച്ച, ഉഷ്ണരോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥയൊക്കെ ഉള്ള മിഥുന രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനമൊക്കെ അധികം സ്പീഡിലൊക്കെ ഓടിച്ചു പോകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുൻകോപത്തെ പ്രത്യേകം നിയന്ത്രിക്കുക. വാക്കുകളെയും പ്രത്യേകം നിയന്ത്രിക്കുക. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. തൊഴിൽ മേഖലയിലെ സഹപ്രവർത്തകരുമായി കലഹവും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. അതുപോലെ ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് മിഥുനം രാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് പരമാവധി മിഥുനം രാശിക്കാർ ദൈവാധീനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പൊതുവെ കഠിനമായ ദോഷമുള്ള ഒരു ദിവസമാണ്. ഇപ്പോൾ ജാതകത്തിലും ഗ്രഹങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഈ ദിവസം വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മിഥുന രാശിക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ നന്നായി ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോവുക. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. എന്നാൽ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായതിന് ശേഷം മാത്രമേ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടുകയുള്ളൂ. പൊതുവെ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വാക്കുകൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കുറേ കൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. തൊഴിലാളികളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രതികരണം തൊഴിൽ സ്ഥാപനങ്ങളിൽ ഉണ്ടാകാൻ ഈ കർക്കിടകക്കൂറുകാർ നടത്തുന്ന തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കർക്കിടകം രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവർക്ക് ശരീരവും മനസ്സുമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. അതുപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
പൊതുവെ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ ചിങ്ങക്കൂറുകാർ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എങ്കിലും പൊതുവെ മേന്മയുള്ള ദിവസമാണ് ആരോഗ്യകാര്യത്തിലും ചിങ്ങക്കൂറുകാർക്ക്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ചില ശത്രുദോഷമൊക്കെ ഉണ്ടാകും. കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. തൊഴിൽരംഗം അത്ര അനുകൂലമല്ലെങ്കിലും ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ തൊഴിൽ രംഗത്ത് ഈ ദിവസം അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരുടെ. കന്നിക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. ആരോഗ്യം അത്ര അനുകൂലമൊന്നുമല്ല. ഒന്നിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. പ്രധാനമായിട്ടും അലസത ഒരു പ്രധാന വിഷയമായിരിക്കും. ഒരു കാര്യവും ചെയ്തു തീർക്കാനായിട്ട് കഴിയില്ല. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുദോഷമൊക്കെ ഒരു പരിധി വരെ കുറയും. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ധനപരമായി കുറേ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ധനാഗമം ഉണ്ടായാൽ അത് കടം തീർക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ തന്നെ കയ്യിൽ വന്നാൽ അപ്പോൾ തന്നെ അത് കടം തീർക്കുന്ന കാര്യത്തിലേക്ക് മാറ്റിവെക്കുന്നത് കടം തീർക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ മറ്റു ചെലവുകൾ മൂലം സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകാൻ കന്നിക്കൂറുകാർക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ധനനഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയോ സമാധാനമൊക്കെ കുറയുന്ന ദിവസമാണ്. അതൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കരുത്. മക്കളിൽ നിന്നൊക്കെ മനസ്സിന് വേദനാജനകമായ അവസ്ഥകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ജീവിത പങ്കാളിയും അനുകൂലമല്ല. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. തൊഴിൽ രംഗത്തെ ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ, അതേപോലെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമല്ലാതെ വരിക, തൊഴിലാളികൾ അനുകൂലമല്ലാതെ വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും തൊഴിൽ രംഗത്ത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കന്നിക്കൂറുകാർ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈശ്വരാധീനം ഉണ്ടാക്കാൻ വേണ്ടി കന്നിക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ഇഷ്ടദേവത നാം ജപമൊക്കെ ചെയ്യുന്നത് ഈ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി തുലാം രാശി. തുലാം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. പൊതുവെ അവർക്ക് ശരീരത്തിന് അത്ര അനുകൂലമല്ല. ചെറിയൊരു ആത്മവിശ്വാസക്കുറവൊക്കെ അവർക്ക് അനുഭവപ്പെടും. ഒരു സംശയം എല്ലാ കാര്യത്തിലും ഉണ്ടാവും, അലസത ഉണ്ടാവും. എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായി ബാധിക്കുന്ന സമയമല്ല. കടബാധ്യതയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും മോചനം നേടി വരാനായിട്ട് കഴിയും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തുലാം രാശിക്കാർ അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് വേണം തൊഴിൽ മേഖലയിലൊക്കെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ. കാരണം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഒക്കെ ചെയ്യുക എന്നർത്ഥം. എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതലെടുത്ത് വയ്ക്കുക എന്ന് എൻ്റെ അർത്ഥം. കഴിയുന്നതും രേഖാമൂലമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. തൊഴിൽ രംഗത്താണെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് വാക്കുകൊണ്ട് പറയാതെ അത് മെസ്സേജ് മൂലമോ ഒക്കെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് അതൊരു റെക്കോർഡാക്കി വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ എന്നും കൂടെ മനസ്സിലാക്കുക.
എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിയും, അതിൻ്റെ മേന്മയുണ്ടാവും. പൊതുവേ ദൈവാധീനമുള്ള ഒരു ദിവസമാണ്, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മക്കളൊക്കെ ആയിട്ട് അനുകൂലമായ സ്ഥിതിയാണ്. എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗം പൊതുവെ അനുകൂലമാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ അനുകൂലമാക്കാൻ കഴിയും. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട, ഇതാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. ശരീരം അനുകൂലമല്ല, മനസ്സ് അനുകൂലമല്ല, ആത്മവിശ്വാസക്കുറവുണ്ടാവും, അലസത ഉണ്ടാവും, സംശയം ഉണ്ടാകും, ആരോഗ്യം അനുകൂലമല്ല, ആസ്മ, മാനസിക അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സഹോദര സ്ഥാനീയരൊട്ടും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ചില നേട്ടങ്ങളൊക്കെ ആ കലഹം മൂലം നഷ്ടപ്പെടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില കലഹങ്ങൾ, ചില നഷ്ടങ്ങളൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാവും. വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ എന്തെങ്കിലുമൊക്കെ കലഹങ്ങളോ അഭിപ്രായ ഒച്ചപ്പാടൊക്കെ കാണുന്നിടത്ത് പോയി തലയിട്ട് നോക്കാതിരിക്കാനും ഈ ദിവസം ശ്രദ്ധിക്കുക. കാരണം അവിടെ ചെന്ന് തലയിട്ട് നോക്കിയാൽ എന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്താൽ അത് ഈ വൃശ്ചികം രാശിക്കാരുടെ തലയിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം അവർ ചെയ്യാൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിടുന്ന അവസ്ഥ വൃശ്ചിക രാശിക്കാർ പരമാവധി ഈ ദിവസം ഒഴിവാക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല. അശ്രദ്ധ മൂലമുള്ള ചില നഷ്ടങ്ങളുണ്ടാവും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒന്നും തന്നെ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി തൊഴിൽ മേഖലയിലേക്ക് പോകണം. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ഇപ്പോൾ അത് ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും വൃശ്ചിക രാശിക്കാർ ഉപയോഗിക്കരുത്. വളരെ ശ്രദ്ധയോടുകൂടി വൃശ്ചിക രാശിക്കാർ ഈ ദിവസത്തെ കാണേണ്ടതാണ്. ദൈവാധീനം ഉണ്ടാക്കാനൊക്കെ നോക്കുക. എന്നിട്ട് തൻ്റെ കർമ്മമേഖലയിലേക്ക് പ്രവേശിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവുണ്ടാവും. ഒരു സംശയം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അലസത പ്രധാന പ്രശ്നമായിരിക്കും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കാം. പൊതുവെ ശരീരത്തിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ഇതിൽ പൊള്ളലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. പ്രതിരോധ ശക്തി വളരെ കുറവുള്ളൊരു ദിവസമായിരിക്കും. അത് മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആസ്മ പോലെ അസുഖമുള്ളവർ, അലർജി രോഗമുള്ളവരൊക്കെ ധനുരാശിക്കാർ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായും ധനപരമായും ഒക്കെ ചില കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ പുറത്തു നിന്നുള്ളവരുടെ ചതി പ്രതീക്ഷിക്കണം. അഥവാ പുറത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് സഹപ്രവർത്തകരാകാം, അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥരാവാം. അങ്ങനെയുള്ളവരുടെയൊക്കെ ചില ചതി കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ധനുരാശിക്കാർക്ക്, ധനുക്കൂറുകാർക്ക്. ഈശ്വരാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ധനുരാശിക്കാർക്ക് ഉണ്ടാകുക. മകരം. മകരക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. കഠിന ദോഷമുള്ള സമയമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറെന്ന് പറയുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അവർക്ക് അനുഭവപ്പെടും. അലസത ഉണ്ടാവും, സംശയമുണ്ടാകും, പ്രതിരോധ ശക്തി കുറയുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മകരം രാശിക്കാർക്ക് കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുൻകോപം മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും.
കഴിയുന്നതും ഒന്നും മിണ്ടാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ദോഷമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ വാക്കുകൾ വളരെയധികം മകരം രാശിക്കാർ ശ്രദ്ധിക്കുക. ഒന്നും സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ആ പ്രശ്നം തീർന്നു. അനുചിതമായ വാക്കുകളൊന്നും തന്നെ പറയില്ല എന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. ഈ ദിവസം എൻ്റെ വാക്കുകൾ മൂലം എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് ഞാൻ വാക്കുകൾ മൂലം ഒരു പ്രയാസം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നങ്ങൾ ഉറച്ച് തീരുമാനിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആരെയും വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്നതായ വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് അങ്ങോട്ട് തീരുമാനിക്കുക. വാക്കുകൾ മൂലം പ്രയാസമുണ്ടാകുന്ന ദിവസമായതുകൊണ്ട്. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ കരൾ രോഗമൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് പ്രയാസം ഉണ്ടാക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം. മക്കളും മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മകരം രാശിക്കാർ ഉപയോഗിക്കരുത് ഈ ദിവസം. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശി. കുംഭം രാശിക്ക് ഗുണകരമായ ദിവസമാണ്. പൊതുവെ അവർക്ക് ആരോഗ്യം അത്ര അനുകൂലമല്ല. ഒരാത്മവിശ്വാസക്കുറവും അലസതയൊക്കെ അനുഭവപ്പെടും. അങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അഭിപ്രായ സ്ഥിരതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ഭൂമി സംബന്ധമായൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കലഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർത്ത് സൗമ്യത്തിലാവാൻ വേണ്ടിയിട്ട് ഈ ദിവസം ഉപയോഗിക്കാം. അത് ഗുണകരമായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. കുടുംബത്തിൻ്റെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങളിലും കിട്ടും. ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും അല്പം പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. തൊഴിലാളികളോ സഹപ്രവർത്തകരോ അനുകൂലമായിക്കൊള്ളണമെന്നില്ല. ഒരു കാരണവശാലും കുംഭം രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമല്ല. രാഹു കേതുക്കളുടെ മാറ്റം അനുചിതമായ സുഖബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് അതിനകത്തേക്ക് ചെന്ന് വീഴാതിരിക്കാനായിട്ട് കുംഭം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാഹു കേതുക്കളുടെ സഞ്ചാരം കുറേ കാലത്തേക്കുണ്ട്. അത് നിങ്ങൾക്ക് അനുചിതമായ സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സുഹൃബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക. അതറിയാലോ, നമുക്ക് ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരങ്ങളൊക്കെയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അതിനെ അപ്പോൾ തന്നെ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മനധൈര്യം ഏത് കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കണം. ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ഉറപ്പ് എല്ലാവരും മനസ്സിലുണ്ടാക്കിയെടുക്കുക. പറ്റില്ല എന്ന് പറഞ്ഞാൽ തന്നെ പല കാര്യങ്ങൾക്കും പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് കഴിയും എന്നുകൂടെ മനസ്സിലാക്കുക. ലഹരി പദാർത്ഥങ്ങൾ കുംഭം രാശിക്കാർ ഒരിക്കലും ഈ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇനി മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി, മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം പൊതുവെ മേന്മയുള്ള ഒരു സമയമാണ്. പക്ഷെ വാദസംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. മനസ്സ് പൊതുവെ അനുകൂലമാണ്. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയരും അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എങ്കിലും പൊള്ളൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കാര്യമായിട്ട് കുറയുന്നൊരു ദിവസമാണ്. കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. ധനപരമായി ചില എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ അത് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക. അത് മറ്റൊരാവശ്യത്തിന് മാറ്റിവെച്ചാൽ മീനരാശിക്കാർക്ക് അത് നടക്കില്ല. അതുകൊണ്ട് കടം കുറയ്ക്കാൻ കഴിയുന്ന ഒരു ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ ഉടൻ അത് കടം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കാം. എന്ന് വെച്ചാൽ 10 രൂപ കൊടുത്താൽ അത്രയും കടം കുറയും എന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് കടം കുറയ്ക്കാനായിട്ട് മീനരാശിക്കാർ ശ്രദ്ധിക്കാം. ധനപരമായ കാര്യങ്ങളിലൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീനരാശിക്കാർക്ക്.
അതുപോലെ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകർ അല്ലെങ്കിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ ഇവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില അനുഭവങ്ങൾ മീനം രാശിക്കാർക്ക് ഉണ്ടാകും. ഈശ്വരാധീനം വരുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ മീനരാശിക്കാർ സ്വയം ചെയ്യുക. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ജാതകത്തിലും നിങ്ങൾക്ക് ദോഷമാണെങ്കിൽ ദോഷം വളരെ കൂടും. അതേപോലെ ഇതിനകത്ത് കഠിന ദോഷം പറഞ്ഞിട്ടുള്ളവരെല്ലാവരും തന്നെ ദൈവാധീനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവേശിക്കണം. കാരണം ജാതകത്തിലും അനുകൂലം അല്ലെങ്കിൽ അവരുടെ കഠിന ദോഷം വളരെ പ്രയാസം ഉണ്ടാക്കും. ജാതകത്തിൽ കുറച്ച് അനുകൂലമൊക്കെ ആണെങ്കിൽ ആ കഠിന ദോഷം എന്നുള്ളൊരു മധ്യമമായിട്ടൊക്കെ മാറും. എങ്കിലും ദൈവാധീനം ഉണ്ടാക്കുക എന്നുള്ളത് ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ കിടന്ന് കറങ്ങാനേ നമുക്ക് പറ്റൂ. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കുക എന്നല്ലാണ്ട് മറ്റൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും ഒരു കാര്യവും നടന്നോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് നടന്നിരുന്നതിന് ആരെങ്കിലും ദോഷം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ കർമ്മഫലം, പൂർവ്വജന്മഫലം, പൂർവ്വകർമ്മഫലമൊക്കെ നമ്മൾക്ക് ചില ദുരിതങ്ങളെ സമ്മാനിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കപ്പെടണമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വ ദിനങ്ങളിൽ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മം, അത് അശ്രദ്ധ മൂലമായിട്ടാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കും. അപ്പോൾ തെറ്റുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ ശിക്ഷകളായി വരുന്നതാണ്. അത് പൂർവ്വകർമ്മങ്ങളുടെ ശിക്ഷകളായി വരുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അതുകൊണ്ട് നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈ ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന പല ദോഷങ്ങളെയും കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുക. മറ്റൊന്നും വേണ്ട, എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഇഷ്ടദേവത ഏതുമായിക്കോട്ടെ, ഭഗവാനോ ഭഗവതിയോ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മുന്നിലേക്ക്, അത് എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ജാതകദോഷങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ദോഷങ്ങളെ മാറ്റി എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ ഭഗവതി.